അസ്സലാമലൈക്കും. ടച്ചൂസ് വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് രാവിലെ തന്നെ ഒരു യാത്രയിലാണ് കേട്ടോ. വേറെ എവിടേക്കല്ല, കുട്ടികളുടെ വെക്കേഷനൊക്കെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. അപ്പം നമ്മൾ അവരെയും കൊണ്ട് എവിടെയും പോയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് അവരെയും കൊണ്ട് 2 സ്ഥലങ്ങൾ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ വേറെ എവിടേക്കല്ല, നമ്മൾ ഇന്ന് പോകുന്നത് ഫാൻറ്റസി പാർക്കിലേക്കാണ്. നമ്മൾ ആക്ച്വലി വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊന്നും നമ്മൾ എവിടേക്കാണ് ഡെസ്റ്റിനേഷൻ എന്ന് തീരുമാനിക്കാണ്ടാണ് കേട്ടോ ഇന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ തൃശ്ശൂരൊക്കെ എത്തുന്ന സമയത്താണ് നമ്മൾ ഡെസ്റ്റിനേഷൻ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 2 ഡെസ്റ്റിനേഷനാണ് നമ്മൾ ഒരു ലിസ്റ്റിലുണ്ടായിരുന്നത്. ഒന്നില്ലെങ്കിൽ മിനി ഊട്ടി, അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഫാൻറ്റസി പാർക്ക്. അപ്പോൾ കുട്ടികൾക്ക് കുറച്ചും കൂടി കൺവീനിയൻറ്റും അതുപോലെ തന്നെ അവർക്ക് കുറച്ചും കൂടി കളിക്കാനും കാര്യങ്ങളും ഈ പറഞ്ഞിട്ടുള്ള ഫാൻറ്റസി പാർക്ക് ആയതുകൊണ്ട് നമ്മൾ അത് തന്നെയാണ് കേട്ടോ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനും ഉമ്മയും എൻ്റെ ഉമ്മ 2 ദിവസമായിട്ട് വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഉമ്മിച്ചുണ്ടായിരുന്നു, ഞാനും കുട്ടികളും അതുപോലെ തന്നെ ഇക്കയും കൂടിയാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം 10 മണി ആയപ്പോൾ തന്നെ നമ്മളവിടെ റീച്ച് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ വിചാരിച്ചത് അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ്. പക്ഷേ വെക്കേഷനും അതുപോലെ തന്നെ സൺഡേയും ആയതുകൊണ്ട് തന്നെ നല്ല റഷ് ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ടുണ്ടായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിലാണെങ്കിലും നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ. കൂടുതലും ഈ പറഞ്ഞിട്ടുള്ള തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളായിരുന്നു ഭൂരിഭാഗം ആളുകൾ ഉണ്ടായിരുന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ടിക്കറ്റ് കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞു. അതിനുശേഷം ഞാൻ പിള്ളേരെ വിളിക്കാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. കാരണം അവർ വന്നിട്ടുണ്ടായിരുന്നില്ല ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടേക്ക്, അവർ കാറിൽ തന്നെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ പിള്ളേരെ വിളിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു. ഇക്ക ഉള്ളിലേക്ക് കയറുന്നില്ല കേട്ടോ. കാരണം ഇക്കാക്ക് അങ്ങനത്തെ റൈഡ് കാര്യങ്ങളൊന്നും വലിയ താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഇക്ക വരുന്നില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനും ഉമ്മയും കുട്ടികളാണ് കേട്ടോ ഇന്നതിൻ്റെ ഉള്ളിൽ കയറുന്നത്. അങ്ങനെ നമ്മൾ എൻട്രൻസിൻ്റെ ഭാഗത്തേക്ക് പോയപ്പോഴാണെങ്കിലും അവിടെയും നല്ല റഷ്. നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ടുണ്ടെങ്കിൽ പോലും നമുക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു കണക്കിന് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആദ്യം ഇങ്ങനത്തെ കുറച്ച് റൈഡുകളിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ കുട്ടികൾക്ക് ഫസ്റ്റ് തന്നെ പോയിട്ട് വാട്ടറിലുള്ള റൈഡുകൾ കാര്യങ്ങൾക്ക് കയറാനാണ് അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ ആദ്യം തന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ ഡ്രസ്സൊക്കെ ആകെ നനഞ്ഞ് പിന്നെ നമുക്ക് ഇങ്ങനത്തെ റൈഡുകളിലൊന്നും കയറാൻ പറ്റത്തില്ല. അപ്പം ഞാൻ അവരോട് പറഞ്ഞു ആദ്യം നമുക്ക് ഇങ്ങനത്തെ റൈഡുകളിലൊക്കെ കയറിയതിന് ശേഷം നമുക്ക് വാട്ടർ റൈഡിൽ കയറാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറേ റൈഡുകളിലൊക്കെ കയറി. ഉമ്മ ആകെ 2-3 റൈഡിൽ മാത്രം കയറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഉമ്മ വാട്ടർ റൈഡിലൊന്നും കയറിയിട്ടുണ്ടായിരുന്നില്ല. അതിന് ശേഷം ഉമ്മ അവിടെ ഒരു സ്ഥലത്ത് ഞങ്ങൾ കളിക്കുന്നത് നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ. വേറെ റൈഡുകളിലൊന്നും ഉമ്മ കയറിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ കുറച്ച് റൈഡുകളിലൊക്കെ കയറി. പിള്ളേരെന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി കേട്ടോ. ഭയങ്കര ഹാപ്പി എന്ന് വെച്ചാൽ ഭയങ്കര ഹാപ്പി. മുന്നേ ആണെങ്കിൽ ഇതുവരെയും ഇങ്ങനത്തെ വാട്ടർ പാർക്ക് കാര്യങ്ങൾ, അമ്യൂസ്മെൻറ്റ് പാർക്ക് അങ്ങനത്തെ രീതിയിലൊന്നും മുന്നേ ഇതുവരെയും പോയിട്ടില്ല കേട്ടോ. മുന്നാടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് തന്നെ മുന്നാൾക്ക് അത് കണ്ടിട്ട് ഏത് റൈഡിലാണ് ഫസ്റ്റ് കയറേണ്ടതെന്നുള്ളൊരു കൺഫ്യൂഷനാണ് കുട്ടിക്ക് ഉണ്ടായിരുന്നത് കേട്ടോ. മമ്മൂസ് പിന്നെ ഇതിന് മുമ്പ് സ്കൂളിൽ നിന്നായാലും പോയിട്ടുണ്ട് കേട്ടോ. അവന് 2-3 പ്രാവശ്യം പോയിട്ടുണ്ട്. പക്ഷേ ഫാൻറ്റസി പാർക്കിലേക്കല്ല, നമ്മളിവിടെ തൊട്ടടുത്ത് ചാലക്കുടി ആ ഭാഗത്ത് സിൽവർ സ്റ്റോം ഡ്രീം വേൾഡ് അങ്ങനെ പറഞ്ഞിട്ടുള്ള അമ്യൂസ്മെൻറ്റ് പാർക്കിലൊക്കെ അവൻ ഓൾറെഡി പോയിട്ടുണ്ട്. പക്ഷേ മുന്നാടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതുപോലെ തന്നെ ഉമ്മയും ഇതുപോലത്തെ ഒരു പാർക്കിലൊന്നും ഇതിനു മുൻപ് വന്നിട്ടില്ല കേട്ടോ. ഉമ്മാടെയും ഫസ്റ്റ് ടൈമാണ് ഉമ്മയും വരുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ റൈഡുകളിലൊക്കെ കയറി. ദെൻ ഗോസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു കേട്ടോ. അത് നമ്മൾ മുന്നേ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. മിനി ഊട്ടിയിൽ ഞാൻ കഴിഞ്ഞ വർഷം പോയിരുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു ഗോസ്റ്റ് ഹൗസിൽ കയറിയിട്ട് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ പോകുമ്പോഴത്തെ കാര്യങ്ങൾ എന്നൊക്കെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇവർ CCTV കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വെച്ചേക്കുന്ന കാരണം ഈ പുറത്തുള്ള ആളുകൾ കയറി പോകുമ്പോൾ അവരുടെ റിയാക്ഷൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവായിട്ട് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അതിനകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ഒരു റൈഡിൽ കയറിയിട്ടാണ്. ഈ ഒരു റൈഡിൽ കയറുന്ന സമയത്ത് എനിക്ക് സത്യത്തിൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. കാരണം ഇതത്ര ഹൈറ്റിൽ പോകുന്നതാണ്. എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ റൈഡുകളൊക്കെ പേടിയാട്ടോ. അങ്ങനെ ഒരു കണക്കിന് നമ്മൾ ആ റൈഡൊക്കെ കംപ്ലീറ്റ് ചെയ്തു. ദെൻ അതിനുശേഷം നമ്മൾ വേഗം പോയിട്ട് വാട്ടർ പാർക്കിലാണ് പോയിട്ടുണ്ടായിരുന്നത്. വാട്ടർ പാർക്കിൽ പോയിട്ട് ഒരു രക്ഷയില്ല. പിന്നെ നമുക്ക് അവരെ കാണുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഒരു സ്ഥലത്ത് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ പിന്നെ നെക്സ്റ്റ് പൂളിലേക്കാണ് പോകുന്നത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ നിന്ന് പതുക്കെ ഇറങ്ങി കേട്ടോ. കാരണം നമ്മളവിടെ നിന്ന് ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളവിടെ നിന്ന് ലഞ്ചൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ലഞ്ച് കഴിക്കാൻ തന്നെയാണ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം നമ്മൾ 10 മണിക്ക് തന്നെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നു. ദെൻ അതിന് ശേഷം ഒരു 3:30 ഒക്കെ ആയപ്പോഴും നമ്മൾ അവിടെ നിന്ന് ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മൾ അൾഡ്രീമിൽ പോയിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കുഴിമന്തിയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നാട്ടിൽ വന്നിട്ട് ഇത്ര ടേസ്റ്റിയുള്ള കുഴിമന്തി ഇപ്പം ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. നല്ല ടേസ്റ്റുള്ള കുഴിമന്തി ആയിരുന്നു. അങ്ങനെ ദെൻ അത് കഴിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയിട്ടുണ്ടായിരുന്നത്
പീച്ചി ഡാമിലാണ് കേട്ടോ. കാരണം 3:30 അവിടുന്ന് ഇറങ്ങി പിന്നെ ഒരു ഹാഫ് ആൻ അവർ ഫുഡ് കഴിച്ചു, പിന്നെ കുറച്ചുകൂടി ടൈം ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇന്നത്തെ ഒരു ദിവസം കംപ്ലീറ്റ് നമ്മളെ ഒരു എന്താ പറയുക പ്രൊഡക്റ്റീവ് ആക്കണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പീച്ചി ഡാമിൽ പോയി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ ചെറിയ കുറച്ച് വിശേഷങ്ങളാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്